വണ്ടാനം മെഡിക്കൽ കോളേജ് കലാലയത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം കാറ്റിൽ പറത്തി അധികൃതർ. കോടതി നൽകിയ സമയം അവസാനിക്കാൻ 3 ദിവസം ശേഷിക്കെ ഇതുവരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് നേരത്തെ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണം 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് 7 വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയത്. എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ച മതിൽ 3 വർഷത്തിലേറെയായി അങ്ങനെ തന്നെ തുടരുകയാണ്. 2022 ചുറ്റുമതിൽ പൊളിക്കുന്നത്. അന്ന് തൊട്ട് ഇവിടെ സാമൂഹികതയുടെ ശല്യമുണ്ട്, മതമില്ലാത്തതിൻ്റെ പേരിൽ നായ്ക്കളുടെ ശല്യമുണ്ട്. അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന പെൺകുട്ടികളെന്നില്ല, ആൺകുട്ടികളെന്നില്ല, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഒരു പ്രോഗ്രാം നടന്ന് പുറത്തുള്ള ആളുകൾ കയറി വന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. മതിൽ പൊളിച്ചു മാറ്റിയതിൻ്റെ 36 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത്. പിന്നീട് 1,60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യ വകുപ്പിന് കൈമാറി 1 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ല. ഗവൺമെൻറ് ഏതാണ്ട് 1,60 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അത് DME വഴി അത് ഗവൺമെൻറ്റിൽ ആരോഗ്യ വകുപ്പിലേക്കും DMEയിലേക്കും സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെയും അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനോ ടെക്നിക്കൽ സാങ്ഷനോ ഒന്നും റെഡിയാവാത്ത സ്ഥിതിക്ക് PTA 24 കഴിഞ്ഞ ശേഷം ഇതിൻ്റെ തുടർ നടപടികൾ, അതായത് ഇത് നടപ്പാക്കാത്തതിനുള്ള തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. PTA സഹായത്തോടെയാണ് കോളേജിലെ 7 വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പരാതിയിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടുകയും 3 മാസത്തിനുള്ളിൽ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ജസ്റ്റിസ് നാഗരേഷിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി നൽകിയ ഈ സമയപരിധി സെപ്റ്റംബർ 24 അവസാനിക്കാനിരിക്കെ ഒരു കല്ല് പോലും ഇടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.